In this video, we are discussing about JavaScript DOM selectors. JavaScript gives five main ways to select elements from DOM. Some method returns a single element, some returns multiple elements. അപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റിലെ ഡോമിന്റെ അകത്ത് 5 ഡിഫറെന്റ് വേസിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എലമെന്റ് എന്ന് പറയുമ്പോൾ ടാഗ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം നോക്കാൻ പോകുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെലക്ടറാണ് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. അപ്പൊ അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ HTML ടാഗിന്റെ അകത്ത് ഏത് ടാഗിനെയാണ് സെലക്ട് ചെയ്യാറുള്ള അതിനെന്ത് ചെയ്യണം? ഒരു ഐ ഡി സെറ്റ് ചെയ്യണം. ഐ ഡി ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം? ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിമോ യുണീക്ക് നെയിം എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഗെറ്റ് എലമെന്റ് ഐ ഡി ഒറ്റ ഒരു എലമെന്റിനെ മാത്രം റിട്ടേൺ ചെയ്തിട്ടുള്ളൂ. ആ പേരിൽ കാണുന്ന ആദ്യത്തെ എലമെന്റിനെ മാത്രമേ അതെന്ത് ചെയ്യത്തുള്ളൂ? ഫെച്ച് ചെയ്ത് എടുക്കത്തുള്ളൂ. ഓക്കെ, ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എടുത്തു, ഇത് ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നേരെ വന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു പി ടാഗ്, ഈ ഐ ഡി ഉള്ള പി ടാഗ് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് കൺസോളിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്ത് കാണിച്ചു നോക്കാം. അപ്പൊ അതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് എടുക്കുക, കൺസോളിൽ പോവുക, എന്നിട്ട് ആപ്പ് ഡോട്ട് ചേസിന്റെ അകത്ത് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റന്റ്, ഞാൻ പേര് കൊടുക്കുകയാണ് പി ഈക്വൽ ടു ഡോം ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്യുമെന്റ് യൂസ് ചെയ്ത് മൊത്തത്തിൽ എനിക്ക് HTML കോഡ് എല്ലാം ഒത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് എനിക്ക് എന്ത് സെലക്ട് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ഐ ഡി ഉള്ള എലമെന്റ് മാത്രം സെലക്ട് ചെയ്യും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. ഇതൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പാരാതിസിസ് ചെയ്യണം. എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് ഒരു ഫംഗ്ഷനെ കോൾ ആവുള്ളൂ. ഓക്കെ, അതിന്റെ അകത്ത് ടാർഗറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഇൻപുട്ട് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്ത് കൊടുക്കണം. അത് എപ്പോഴും സിംഗിൾ കോഡ്സിൽ വേണം പാസ് ചെയ്ത് കൊടുക്കാനുള്ള. അപ്പൊ ഇവിടെ പാസ് ചെയ്യാനുള്ളത് നമ്മളെ ഐ ഡിയുടെ വാല്യൂ ആണ്. ഏത് ടാഗിനെയാണ് സെലക്ട് ചെയ്യുന്നത് ആ ടാഗിന്റെ ഐ ഡി വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഈ ഒരു പി ടാഗിനാണ് സെലക്ട് ചെയ്യാനുള്ള. അതിന്റെ ഐ ഡിയുടെ പേര് പാര1. അത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നോർമൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ എപ്പോഴും ഈ ഐ ഡിക്കകത്ത് യൂസ് ചെയ്യുന്ന വാല്യൂ ആയിട്ട് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കും. കോളിഷൻസോ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ, കോളിഷൻസ് അല്ലെ കോൺഫ്ലിക്ട്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി, മീൻസ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതൊന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കുക. പ്രിന്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കൺസോളിൽ കയറിയിട്ട് ഈ വേരിയബിൾ നെയിം അടിച്ചാലും മതി. പാര1 അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പി ടാഗ് ഹൈലൈറ്റ് ആകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് ലോഗ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് വരും. അതിൻ്റെ അകത്ത് പാര1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൺസോളിനകത്ത് നമ്മളെ പി ടാഗ് വരും. നിങ്ങൾക്ക് രണ്ട് രീതിക്ക് ഡീബഗ് ചെയ്യാം. ഡയറക്റ്റ് കൺസോളിൽ കയറിയിട്ട് ഈ ഒരു വേരിയബിൾ നെയിം പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഐ ഡി നെയിം ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡിയിൽ പാസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ വാല്യൂ കിട്ടത്തുള്ളൂ. ഇപ്പൊ സപ്പോസ് ഇതേ സെയിം ഐ ഡിക്കകത്ത് വേറൊരു എലമെന്റ് ഉണ്ടെന്ന് വെച്ചോ, റീ എഡിറ്റ് എന്ന അല്ലെങ്കിൽ ന്യൂ അപ്ഡേറ്റ് എന്ന അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കൊടുക്കാൻ നേരത്ത് ഇപ്പൊ രണ്ട് ടാഗാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ട് മീൻസ് പാര1ന്റെ അകത്ത് രണ്ട് ഐ ഡി നെയിമാണ് ഉള്ളത്. പക്ഷെ ഇത് സെലക്ട് ചെയ്ത് ഏതാണ്? ആദ്യത്തെയാണ്. ഹൈലൈറ്റ് ആണ് കണ്ട. ഓക്കെ, സെലക്ട് ചെയ്യണം എപ്പോഴും. ഒന്ന് വേണമെങ്കിൽ റീഫ്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇവിടെ വന്നിട്ട് പാര1 ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? റീഫ്രഷ് ചെയ്താൽ എന്ത് ചെയ്ത് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. കൂടി കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇന്നർ HTML ഇൻടെക്സ് നോക്കിയാൽ മതി. ദിസ് ഈസ് test1. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ വർക്ക് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെയിം നെയിം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആരാണോ വരുന്നത് അത് മാത്രമേ ഇത് സെലക്ട് ചെയ്യത്തുള്ളൂ. അതാണ് രണ്ടാമത്തെ ഒരു റൂൾ, അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാനുള്ളത്. പിന്നെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഐ ഡി നെയിം ഒന്നും പാസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടേ ഇതേപോലെ അല്ലെങ്കിൽ അത് നള്ളാക്കി സെറ്റ് ചെയ്തേ ഒരു MD വാല്യൂ പാസ് ചെയ്തു കണ്ടാ നള്ളാകത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഐ ഡി നെയിം ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് നള്ളായിരിക്കും. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ ടാഗ് ആണ് സെലക്ട് ചെയ്യാനുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഐ ഡി നെയിം പാസ് ചെയ്തു. അപ്പൊ ഇതാണ് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി യൂസ് ചെയ്യാനുള്ളത്. ഇവിടെ സിംഗിൾ കോഡ്സോ ഡബിൾ കോഡ്സോ ആയാലും സീനൊന്നുമില്ല കേട്ടോ.
ജസ്റ്റ് സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്യണമെന്ന് മാത്രമേ നിയമമുള്ളൂ. ഓക്കെ, ഞാൻ ഇത് രണ്ട് കമന്റ് ചെയ്യണേ. ഇനി അടുത്ത സെലക്ടർ നോക്കാം. അടുത്ത സെലക്ടർ എന്ന് പറയുമ്പോൾ ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് ടൈം. അപ്പൊ അടുത്ത സെലക്ടർ എന്താണ്? ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് ടൈം ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ആർ എലമെന്റ്സ് വിത്ത് ദ ഗീവൺ ക്ലാസ്. നമ്മളൊരു ക്ലാസ് ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് ടൈമുമായിട്ട് മാച്ച് ചെയ്യുന്ന എല്ലാ എലമെന്റ്സിനെയും സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഒരു സിംഗിൾ വാല്യൂ ആയിട്ടല്ല റിട്ടേൺ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ വാല്യൂസ്. അതേ ക്ലാസ് ടൈം റിപ്പീറ്റ് ആയിട്ട് വരുന്നെങ്കിൽ ആ കോമൺ ആയിട്ട് വരുന്ന എല്ലാത്തിനെയും എന്ത് ചെയ്യും? ഒരു അറേ ഒബ്ജക്റ്റിന്റെ അകത്ത് നമ്മൾ കളക്ട് ചെയ്ത് വരും. അതിനെ HTML കളക്ഷൻ എന്ന് പറയും. ഓക്കെ, ഒരു ലിസ്റ്റ് പോലെ അറേ പോലെ ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ CSS കൂടുതൽ ക്ലാസ് ടൈം യൂസ് ചെയ്യുന്നത്. അപ്പൊ ചില സെയിം ഡിസൈനിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്ലാസ് ടൈം എഴുതും. ആ ഡിസൈൻ വേറെ ഏതെങ്കിലും HTML ടാഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലാസ് ടൈം പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നിൽ കൂടുതൽ ക്ലാസ് ടൈം ഒരു വെബ്സൈറ്റിൽ വരാം. അതുകൊണ്ടാണ് അതൊരു സിംഗിൾ വാല്യൂ റിട്ടേൺ ചെയ്യാതെ മൾട്ടിപ്പിൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സെയിം ക്ലാസ് ടൈം കൊടുക്കുന്നു. 3, 2, 4, ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം? പഴയ പോലെ തന്നെ കോൺസ്റ്റന്റ് ഞാൻ കൊടുക്കുന്നു p ടാഗ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് ടൈം. ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് ടൈമിന്റെ അകത്ത് പാരാന്തസിസിന്റെ അകത്ത് സ്ട്രിങ്ങിന്റെ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ക്ലാസ് ടൈം ആണോ സെലക്ട് ചെയ്യുക ആ ക്ലാസ് ടൈം കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മള് ക്ലാസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനകത്താണ് വാല്യൂ എടുക്കുക, ഐഡിക്കകത്തല്ല. ID ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗെറ്റ് എലമെന്റ് ബൈ ID, ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ് എലമെന്റ് ബൈ ക്ലാസ് ടൈം ആയിരിക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യാം. കൺസോൾ അത് എളുപ്പത്തിന് വേണ്ടി ലോഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരും. എന്നിട്ട് ആ വേരിയബിൾ ക്ലാസ് ചെയ്തു. നമുക്കൊരു HTML കളക്ഷൻ വന്നിട്ടുണ്ട്. ഇത് എന്താന്ന് പറയാം? അറേ ഓഫ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നേരത്ത് ആദ്യത്തെ പൊസിഷന്റെ അകത്ത് ആ രണ്ടാമത്തെ p ടാഗ് test02, test03, test04, test05 അറേക്കിട്ട് അറേയുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയണം അറേക്കകത്ത് നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്തല്ലേ. അപ്പൊ ഞാൻ അറിയണം സ്ക്വയർ ബ്രാക്കറ്റ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആര് മാത്രമേ വരത്തുള്ളൂ? ആദ്യത്തെ വാല്യൂ മീൻസ് test2 മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, കൺസോൾ ചെയ്യണേക്കാളും ഇവിടെ പെട്ടെന്ന് ചെയ്ത് കളിച്ചു. അപ്പൊ p ടാഗ് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഇവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ test03 ഞാൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ test04 ഞാൻ ഇപ്പൊ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ test05 ഞാൻ ഇപ്പൊ 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരത്തില്ല. കാരണം അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ അറേയിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. p ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 വാല്യൂസ് മാത്രമേ ഉള്ളൂ. നമ്മളെ അറേക്കകത്ത് 4 വാല്യൂസ് മാത്രമേ ഉള്ളൂ. അതില് ഇൻഡിവിജ്വൽ വാല്യൂസ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതേപോലെ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാൻ പറ്റും? ക്ലാസ് ടൈം യൂസ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ഡോമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടാർഗറ്റ് ടാഗിനെ സെലക്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്ത നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അടുത്ത ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കൊറി സെലക്ടർ. കൊറി സെലക്ടർ അടുത്ത ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം ആണ്. നമ്മളിപ്പോ ID വെച്ച് സെലക്ട് ചെയ്യണം നോക്കി, ക്ലാസ് നെയിം വെച്ച് സെലക്ട് ചെയ്യാൻ നോക്കി, അതേപോലെ നമുക്ക് ടാഗ് നെയിം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു p ടാഗ് ആയിരിക്കാം, div ടാഗ് ആയിരിക്കാം, ഒരു li ടാഗ് ആയിരിക്കാം, ഒരു ഇമേജ് ടാഗ് ആയിരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ടാഗ് നെയിം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ h1 ടാഗിനെ സെലക്ട് ചെയ്യും. അപ്പൊ അതിനു വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അത് എന്ത് പേര് കൊടുക്കാം? ഞാൻ ഇവിടെ ഹെഡിങ് എന്ന് പറഞ്ഞു കൊടുക്കും. ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഏത് ടാഗിനാണ് സെലക്ട് ചെയ്യാനുള്ളത് അത് പറഞ്ഞു കൊടുക്കും. ഞാൻ ഇവിടെ h1 എന്ന് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? ലോഗ് കൺസോൾ ലോഗിന്റെ അകത്ത് ഹെഡിങ് എൻ്റർ കൺസോളിൽ പോയി നോക്കി. ഇത് ഒരു HTML കളക്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന മൾട്ടിപ്പിൾ വാല്യൂ റിട്ടേൺ ആയി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഫുൾ ആയിട്ട് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 0th പൊസിഷൻ കൊടുക്കണം. നമുക്ക് അതിന്റെ മാത്രം വാല്യൂ കിട്ടും. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡയറക്റ്റ് കൊടുത്ത് ഹെഡിങ്ങിന്റെ അകത്ത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് 0 ഇൻഡെക്സ് കൊടുത്ത് അത് ഹൈലൈറ്റ് ആക്കി. ഇപ്പൊ ഞാൻ സപ്പോസ് ഇവിടെ p ടാഗ് ആണ് കൊടുക്കുന്നത്. p ടാഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ
നമുക്ക് എത്ര പി ടാഗ് സെലക്ട് ചെയ്യാം? 6 സെലക്ട് ആവും. 6 അല്ല, ഐ തിങ്ക് 5 സെലക്ട് ആവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാവുന്ന ഇവിടെ ഹെഡിങ് മാറ്റിയിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് കണ്ട കളക്ട് നമ്മൾ HTML കളക്ഷൻ അരക്കകത്ത് 6 എലമെന്റ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ പി, രണ്ടാമത്തെ പിയും അതിന്റെ ഐഡി ആയിട്ടാണ് ഹാഷ് വന്നത്. പിന്നെ പി ഡോട്ട് ക്ലാസ് ടൈം ആയതുകൊണ്ടാണ് ഡോട്ട് വന്നത്. ഓക്കെ, ഞാനത് സിംഗിൾ വാല്യൂ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തെങ്കിൽ തന്നെ ഏത് വാല്യൂ ആണ് സെലക്ട് ചെയ്യാനുള്ള അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ. ഓക്കെ, പിന്നെ ഇപ്പൊ 5 കൊടുക്കണമെങ്കിൽ 5ാമത്തെ വാല്യൂസ് ആയിരിക്കും. ഇതാണ് ഗെറ്റ് എലമെന്റ് ബൈ ടാഗ് നെയിം. ഓക്കെ, അപ്പൊ ക്ലാസ് നെയിം ടാഗ് നെയിം യൂസ് ചെയ്യുമ്പോഴും ഒരു കളക്ഷൻ അല്ലെങ്കിൽ അറേയുടെ ഫോർമാറ്റിലായിരിക്കും. എന്ന് വെച്ചാൽ അവിടെ മൾട്ടിപ്പിൾ ഡേറ്റാസ് വരും. സോ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഒരു അറേ യൂസ് ചെയ്യും. അത് മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്യണം. നമുക്കിനി അടുത്ത സെലക്ടർ നോക്കാം. അടുത്ത സെലക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ളതും കുറച്ചും കൂടി ഫ്ലെക്സിബിളും ആയിരിക്കും. ആ സെലക്ടറിന്റെ പേരാണ് കൊറി സെലക്ടർ. ഇപ്പൊ കൊറി സെലക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ചിങ് എലമെന്റ്, ഫസ്റ്റ് വരുന്ന മാച്ചിങ് എലമെന്റ് മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. കൊറി സെലക്ടർ യൂസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിന്റെ അകത്ത് ഞാൻ ക്ലാസ് നെയിം ലിസ്റ്റ് 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് കണക്ക് ID ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് കൊടുക്കുകയാണ്. എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറി സെലക്ടർ സിംഗിൾ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. കോൺസ്റ്റന്റ് ഞാൻ ലിസ്റ്റ് എന്ന് കൊടുക്കുന്നു. ലിസ്റ്റ് എന്ന് കൊടുത്തിട്ട് ഡോക്യുമെന്റ് ഡോട്ട് കൊറി സെലക്ടർ. കൊറി സെലക്ടറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊറി സെലക്ടർ യൂസ് ചെയ്ത് ടാഗ് നെയിം സെലക്ട് ചെയ്യാം, ID വെച്ച് സെലക്ട് ചെയ്യാം, ക്ലാസ് ടൈം വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ നമുക്ക് അതിന്റെ സിബിലിങ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. സ്ട്രിങ്ങിൽ വേണം ഇൻപുട്ട് പാസ് ചെയ്യാനുള്ള. എനിക്കിപ്പോ H1 ടാഗ് ആണ് സെലക്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? H1 എന്ന് കൊടുക്കുക. നമുക്ക് കൺസോളിനകത്തൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ലിസ്റ്റ് ഇവിടെ H1 മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സിംഗിൾ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് അറിയാൻ വേണ്ടി പി ടാഗിനെ മാത്രം സെലക്ട് ചെയ്തു. കാരണം ആൾറെഡി നമ്മളതിന്റെ അകത്ത് 5 പി ടാഗ് ഉണ്ട്. ടെസ്റ്റ് ചെയ്തു. ഇവിടെ ജസ്റ്റ് ഒരു പി മാത്രമേ വന്നിട്ടുള്ളൂ. അതിന്റെ വാല്യൂ ചെയ്യാൻ വേണ്ടി എക്സ്പാൻഡ് ചെയ്തിട്ട് ഇന്നർ HTML ഓക്കെ ഹലോ വേൾഡ് ആദ്യത്തെ പി ടാഗ് ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ സിംഗിൾ വാല്യൂ മാത്രം റിട്ടേൺ ആവുന്നത്. ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? LI ടാഗ് പാസ് ചെയ്തു. LI ടാഗ് പാസ് ചെയ്തോ. ഓക്കെ, LI ടാഗിന്റെ അകത്ത് ID ലിസ്റ്റ്, ക്ലാസ് നെയിം ലിസ്റ്റ് വേണം. ഇത് മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. അപ്പൊ കുറെ സെലക്ടർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒറ്റ വാല്യൂ മാത്രം റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ വാല്യൂസും കിട്ടത്തില്ല. എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ടാഗ് നെയിം ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ടാഗ് നെയിം കൊടുത്താൽ മതി. ഓക്കെ, ഇനി ക്ലാസ് നെയിം ആണ് എനിക്ക് സെലക്ട് ആവാൻ തൽക്കാലത്തേക്ക് പാര1 അതൊരു ഐഡിയ. ഇപ്പൊ എന്ത് ചെയ്യണം? ഹാഷ് പാര1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പാരഗ്രാഫ് ആയിരിക്കും സെലക്ട് ആയി വരും. പാര1 ആയിട്ടുള്ള ഇത്. ഓക്കെ, ഇനിയിപ്പോ ക്ലാസ് നെയിം വെച്ചിട്ട് ക്ലാസ് നെയിം ലിസ്റ്റ് 1 ആണ് എനിക്ക് സെലക്ട് ചെയ്യാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ID ആണെങ്കിൽ ഹാഷ്, ക്ലാസ് നെയിം ആണെങ്കിൽ ഡോട്ട് ഇട്ട് കറസ്പോണ്ടിങ് ക്ലാസ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അല്ലാതെ ഇതേപോലെ എഴുതാനും പറ്റും. UL ടാഗിന്റെ അകത്ത് ഡോട്ട് ക്ലാസ് നെയിം എന്തിനായിരുന്നു? ലിസ്റ്റ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ CSS അകത്ത് സെലക്ടേഴ്സ് യൂസ് ചെയ്യത്തില്ലേ? അതേ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എനിക്ക് UL ടാഗിന്റെ അകത്തുള്ള ആദ്യത്തെ ലിസ്റ്റ് ആണ് സെലക്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? സ്പേസ് ഇട്ടിട്ട് LI നമ്മുടെ CSS സൂഡോ ക്ലാസ് ഉണ്ടല്ലോ, സൂഡോ ക്ലാസ്സിനകത്ത് ഫസ്റ്റ് ചൈൽഡ് കൊടുക്കുമ്പോൾ ആദ്യത്തെ ചൈൽഡ് മാത്രമേ സെലക്ട് ആവും, ലിസ്റ്റ് ആയിട്ട് ആവും. അത് കണക്ക് ഞാൻ എനിക്ക് അവസാനത്തെ ലിസ്റ്റ് ആണ് സെലക്ട് ചെയ്യാനുള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ചൈൽഡ് മാറ്റിയിട്ട് സൂഡോ ക്ലാസ് ആയിട്ടുള്ള ലാസ്റ്റ് ചൈൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ മാത്രം ഹൈലൈറ്റ് ആവും. ഇന്നർ HTML
അതെ. ലിസ്റ്റ് സെലക്ട് ആയത് തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് ഡേറ്റ 04. ഓക്കെ, ഇനി ഇടയ്ക്ക് മറയ്ക്കുന്നാണ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ലിസ്റ്റാണ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചൈൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താണ്? എന്ത് ചൈൽഡിനകത്ത് 02 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 02 പാരാന്തസിസ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലിസ്റ്റ് ആയിരിക്കും സെലക്ട് ആവുന്നത്. അതറിയാൻ വേണ്ടി ഇന്നർ HTML നോക്കുക, വാല്യൂ കാണാൻ പറ്റും. ഓ, അതായിരിക്കുന്നു ലിസ്റ്റ് ഡേറ്റ 2. പിന്നെ ഇവിടെ ഈവൻ എന്ന് പറഞ്ഞ് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഈവൻ ഒക്കർ ചെയ്യുന്ന വാല്യൂ അത് ലിസ്റ്റ് 2 ആയിരിക്കും. ലിസ്റ്റ് 2. ഓക്കെ, ഇനി അവിടെ ഓടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആയിരിക്കും ലിസ്റ്റ് ഡേറ്റ 0. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് സ്യൂഡോ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ചൈൽഡ്, ലാസ്റ്റ് ചൈൽഡ്, എന്ത് ചൈൽഡ്, ഫസ്റ്റ് ഓഫ് ടൈപ്പ്, ലാസ്റ്റ് ഓഫ് ടൈപ്പ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ. query selector. Now there is one is left. അപ്പൊ ആ സെലക്ടറിന്റെ പേരാണ് query selector R. അപ്പൊ query selector ആറിന്റെയും പ്രോസസ്സ് സെയിം ആണ്. പക്ഷെ റിട്ടേൺ കൊണ്ടുവന്ന ഡേറ്റയിൽ മാത്രമാണ് ഡിഫറൻസ്. query selector ആണെങ്കിൽ സിംഗിൾ ഡേറ്റ മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. ആദ്യം കാണുന്ന ആരാണ്? ആദ്യം ഫസ്റ്റ് മാച്ച് ഏതാണോ ആ ഒരു മാച്ചിങ് എലമെന്റ് മാത്രം റിട്ടേൺ ചെയ്ത് കൊണ്ടുവരത്തുള്ളൂ. പക്ഷെ query selector ആളാണെങ്കിൽ സെയിം ആയിട്ട് വരുന്ന എല്ലാത്തിനെയും കൊണ്ടുവരും. സെയിം ക്ലാസ് നെയിം ഉണ്ടെങ്കിൽ അത് എത്ര ടാഗാണോ ഉള്ളത് ആ വാല്യൂസ് കൊടുക്കും. മീൻസ് മൾട്ടിപ്പിൾ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഡിഫറൻസ്. അത് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ LI ടാഗ് അല്ല, ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. LI എന്ന് കൊടുക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, QALL എന്ന് കൊടുക്കാം. ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് query selector ഓർ, എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് p ടാഗ്. എന്നിട്ട് എന്ത് ചെയ്യാം? കൺസോൾ പ്രിന്റ് ചെയ്യും. കൺസോൾ ഡോട്ട് ലോഗ് Q എനിക്കൊരു നോഡ് ലിസ്റ്റ് പോലെയാണ് എല്ലാ ഡേറ്റാസും വെച്ച് കാണിക്കുന്നത്. നോർമൽ കേസിൽ നമ്മൾ ഇങ്ങനെ സിംഗിൾ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ അറേ യൂസ് ചെയ്യുന്ന പോലെ ഇൻഡെക്സ് പൊസിഷൻ പാസ് ചെയ്യാം. ബെസ്റ്റ്. ഓക്കെ, നേരത്തെ വേറെ പേരാണ് സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇപ്പൊ LI പാസ് ചെയ്യാം. LI പാസ് ചെയ്യുമ്പോൾ ലിസ്റ്റ് ആയിരിക്കും സെലക്ട് ആവുന്നത്. രണ്ടാമത്തെ ലിസ്റ്റ് ഇവിടെ 0 കൊടുക്കുന്നെങ്കിൽ ആദ്യത്തെ ലിസ്റ്റ്. ഓക്കെ, നോർമൽ കേസിൽ ഓരോന്നും താഴെ താഴെ സെലക്ട് ചെയ്യാണ്ട് നമ്മൾ പൊതുവെ എന്താണ് ചെയ്യുന്നത്? ഫോർ ഈച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഈച്ച് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും സിംഗിൾ വാല്യൂസ് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. അതിപ്പോ Q വേരിയബിൾ നെയിം ഡോട്ട് ഫോർ ഈച്ച് എന്നുള്ള ഫംഗ്ഷന്റെ ആദ്യം എന്ത് ചെയ്യണം? ഒരു അനോണിമസ് ഫംഗ്ഷൻ പാസ് ചെയ്ത് കൊടുക്കുക. അനോണിമസ് ഫംഗ്ഷന് വേണ്ടി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ എലമെന്റ് EL എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ആരോ ഫംഗ്ഷൻ പാസ് ചെയ്യുന്നു. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു? EL പാസ് ചെയ്യുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു എവിടെയോ ബ്രാക്കറ്റ് പോകും. അതെ, ഓക്കെ. സെമി കോണ്ട് ഇഷ്യൂ ആയിരുന്നു. കാരണം ഞാൻ ഇപ്പൊ സിംഗിൾ ലൈനാണ് എഴുതിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് കള്ളി പേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് സെമി കോളം കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ എലമെന്റ് നമുക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫോർ ഈച്ചിന് പകരമായിട്ടുള്ള പർപ്പസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്രയും സെലക്ടേഴ്സ് ആണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് ഡോമിന്റെ അകത്ത് ഉള്ളത്. ഈസിയാണ്, സിമ്പിൾ ആണ്. ചെയ്തു നോക്കുക, റിസൾട്ട് മനസ്സിലാക്കുക.